അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ പരിഭ്രാന്തി പരത്തി കാട്ടുകൊമ്പൻ കബാലിയുടെ വിളയാട്ടം. ആംബുലൻസിന് നേരെ കബാലി പാഞ്ഞെടുത്തു. നിരവധി വിനോദസഞ്ചാരികളും യാത്രക്കാരുമൊക്കെ വഴിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഒരു 1:45, 2 മണിയോടുകൂടി ചാലക്കുടിയിൽ നിന്ന് പോരുന്ന ഞാൻ വണ്ടി കൊണ്ട് അടിച്ചുതൊട്ടി കോളനിയിലെ 2 പേഷ്യന്റ് ഉണ്ടായിരുന്നു. അവരെ ഹോസ്പിറ്റലിലാക്കിയിട്ട് റിട്ടേൺ അടിച്ചുതൊട്ടി കൊണ്ട് അവരെ കോളനിയിലാക്കിയിട്ട് തിരിച്ച് മലക്കപ്പാറയ്ക്ക് വരുന്ന വഴിക്കാണ് കബാലി തടഞ്ഞത്. ഒരു 4:30 ആ സമയമായിട്ടുണ്ട്. 1 മണിക്കൂറോളം എന്നെ തടഞ്ഞിട്ടു. എൻ്റെ പുറകിലും ഓപ്പോസിറ്റൊക്കെ ആയിട്ട് കുറെ വണ്ടികളുണ്ടായിരുന്നു, ടൂറിസ്റ്റ് വണ്ടികളുണ്ടായിരുന്നു, ചീനിക്കാസിന്റെ കുട്ടി ബസ് ഉണ്ടായിരുന്നു. 1 മണിക്കൂർ എന്ന് തടഞ്ഞിട്ടു. പിന്നെ മഴയുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ അനീഷ് ആന്റണി നൽകും. അനീഷ്, ഇപ്പോഴെന്താണ് പ്രദേശത്തെ സ്ഥിതി? കബാലി അവിടെ നിന്ന് മാറാനുള്ള വല്ല സാധ്യതയുണ്ടോ? ഈ വിഷയം ഇപ്പോൾ ആ റൂട്ടിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സംഭവം നടക്കുന്നത് ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ശേഷമാണ്. ഈ അടിച്ചിൽ തൊട്ടി, അതായത് മലക്കപ്പാറക്ക് ഭാഗത്തുള്ള അടിച്ചിൽ തൊട്ടി ആദിവാസി ഊരിലെ 2 രോഗികളെ ഈ ആംബുലൻസ് ഡ്രൈവർ ചാലക്കുടിയിലെ ആശുപത്രിയിലാക്കി തിരികെ മലക്കപ്പാറയിലേക്ക് വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ആനമല റോഡിൽ വെച്ച് ഈ കബാലി വാഹനം തടയുന്നൊരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആംബുലൻസിനുള്ളിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ആംബുലൻസിന് നേരെ കബാലി പാഞ്ഞെടുക്കുന്ന രംഗങ്ങളും അതിലുണ്ട്. ഈ സമയത്ത് 1 മണിക്കൂറോളം ഏകദേശം റോഡിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടെന്നാണ് ഈ ആംബുലൻസ് ഡ്രൈവർ പറയുന്നത്. ഇതോടൊപ്പം ഈ ആംബുലൻസിന് പുറകിലായി നിരവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നു. മറുവശത്തേക്ക് മലക്കപ്പാറ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും തിരികെ മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളും റോഡിന്റെ ഇരുവശങ്ങളുമായി 1 മണിക്കൂറോളം കുടുങ്ങിക്കിടന്നു. ഇതിൽ വിനോദസഞ്ചാരികളുണ്ട്, വഴിയാത്രക്കാരുണ്ട്, പ്രദേശവാസികൾ, ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് വരുന്ന പ്രദേശവാസികളുണ്ട്. എല്ലാവരും 1 മണിക്കൂറോളം ഇത്തരത്തിൽ ഈ ആനയുടെ വഴിതടയലിന് മുന്നിൽ പെട്ടുകിടന്നു. ഈ കബാലിക്ക് ഒരു സ്വഭാവമുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ദിവസങ്ങളായി അടിക്കടി ഇത്തരത്തിൽ റോഡിലിറങ്ങി മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിടുകയും അടിക്കടി വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു പ്രകൃതവും ഈ ആനയുടെ ഒരു നിത്യ സ്വഭാവമാണ്. അത്തരം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നലെ വൈകിട്ട് ഇത്തരത്തിൽ 1 മണിക്കൂറോളം ഈ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളെ തടഞ്ഞിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാതെ 1 മണിക്കൂറിന് ശേഷം ഈ ആന സ്വമേധയാ കാട് കയറി പോവുകയായിരുന്നു. എന്തായാലും ഭാഗ്യവശാൽ ഈ വാഹനത്തിൽ രോഗികൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം രോഗിയെ ചാലക്കുടി ആശുപത്രിയിൽ കൊണ്ടാക്കി തിരികെ വരുന്ന സമയത്താണ് ഇത്തരത്തിൽ വാഹനങ്ങൾ തടഞ്ഞത്. രോഗി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ അത്യാസന്ന നിലയിലെ രോഗിക്കാണെങ്കിൽ ഒരുപക്ഷെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായേനെ. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. കാരണം രോഗിയില്ലാത്തൊരു സാഹചര്യമായിരുന്നു. വിനോദസഞ്ചാരികളാണ് ഏറെ ദുരിതത്തിലാകുന്നത്. ഈ ഒരു ആനയെ കൊണ്ട് മണിക്കൂറുകളോളം ഈ തരത്തിൽ പല ദിവസങ്ങളിലായി ഇങ്ങനെ റോഡിൽ ഇറങ്ങി നിൽക്കും. വാഹനങ്ങൾ ഇരുവശത്തും കുടുങ്ങിക്കിടക്കും. KSRTC സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയാണ് കഴിഞ്ഞ ദിവസം ഇതേ ആന റോഡിൽ ഇറങ്ങിയത് മൂലം കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇതേ ആംബുലൻസ് തന്നെ അതിന് മുന്ന് മറ്റൊരു ദിവസം ഒരു കാലിന് പരിക്കേറ്റ ആദിവാസി യുവാവിനെ ചാലക്കുടി ആശുപത്രിയിലാക്കി തിരികെ വരുമ്പോൾ ഇതേ ആംബുലൻസിനെ തന്നെ ഇതേ ആന തടയുന്നൊരു വാർത്ത കൂടി നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കൊടുത്തതാണ്. എന്തായാലും ഈ അതിരപ്പള്ളി മേഖലയിൽ കാട്ടാനകളെ ശല്യം രൂക്ഷമാകുന്നു എന്ന് വേണം നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ. കബാലി ഒരു വശത്ത് വാഹനങ്ങൾ തടയുന്നു, മഞ്ഞക്കൊമ്പൻ ഒരു വശത്ത് ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. ആദിവാസി ഉരുമൂപ്പന്റെ ഭാര്യ അടക്കം കൊലപ്പെടുത്തിയ ആനയാണ് മറ്റൊരു കൊമ്പൻ. ഈ മേഖലയിൽ തന്നെ മഞ്ഞക്കൊമ്പനുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ അല്പം മുമ്പ് മറ്റൊരു വാർത്ത കൊടുത്തിരുന്നു. ഈ മേഖലയിൽ തന്നെ റേഷൻ കടയ്ക്ക് നേരെ മറ്റൊരു കാട്ടാന ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. എന്തായാലും ഈ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായി വരികയാണെന്ന് വേണം ഇതിലൂടെ എല്ലാം മനസ്സിലാക്കാൻ. നിബീഷ്. ശരി അനീഷ്. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിലാണ് ഇന്നലെ വൈകിട്ട് കാട്ടുകൊമ്പൻ കബാലി ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്തത്.